നീ ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആറുണ്ട്. എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂളിൽ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നോണ്ട് എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാന്നോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ തലേദിവസം എല്ലാവരും ചെറുപാലം കഴിച്ചിട്ട് കടന്നാ പോരായിരുന്നോ? അപ്പൊ നല്ലപോലെ പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്തോ ഞാനോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഓ ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു. നീ മാർഗം നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അത് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈനാണോ? എന്റെ മാർക്ക് കുറവായത് കൊണ്ടാണ് ഈ ഷൂ എഴുതി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. നിന്റെ അച്ഛന്റെ ഒപ്പം ഒപ്പോട്ടെ. ഇത് നല്ല പഴുതാര പോന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛൻ ഇട്ടു സൂപ്പർ ഒപ്പടാ. ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് വരാ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ അച്ഛനെ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റോണ്ട പന്നിനാ. നിങ്ങളുടെ അച്ഛൻ സൂപ്പറാണ് അല്ലെന്ന് പറഞ്ഞില്ലേ?